എസ് ജാനകിയമ്മയോടൊപ്പം പാടിയ ഈ ഗാനം നിങ്ങൾക്കായി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ടൗൺസിലിന്റെ കമൽഹാസനും എസ് ജാനകിയുമാണ്. സോ are you all ready to see who all are there? നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ടൗൺസ്വില്ലിന്റെ കമൽഹാസനെയും എസ് ജാനകിയെയും. கண்மணி அன்போட காதலன் நான் எழுதும் கடிதம் லெட்டர் கடிதாசி இல்லை கடிதமே படி பாட்டாவே படிச்சிட்டியா? அப்போ நானும் முதல்ல கண்மணி சொன்னேன்ல, இங்கே பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியம். உன்னை நினச்சி பார்க்கும்போது கவிதை மனசில் அருவி மாதிரி கொட்டுது. ஆனால் அதை எழுதுன்னு நினைக்கும் போது தான் அந்த எழுத்து தான் அந்த வார்த்தை அது. இது எனக்கு நடுவில் மானை தேனை பொன்மானை இதெல்லாம் போயிட்டோம். இதை மாதிரி எனக்கு என்ன காயினாலும் என் உடம்பு தாங்கிடும். ஆனால் உன் உடம்பு தாங்குமா? தாங்காது. அபிராமி அபிராமி அது காதல். என் காதல் என்னன்னு சொல்லாம எங்க அழுகையா வருது. ஆனால் நான் அழுது என் சொல்ல ஒன்றா தாக்கிடணும்னு நினைக்கும் போது வர அழுது கூட நின்று மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, காதல் அல்ல, காதல் அல்ல. அதையும் தாண்டி புனிதமான புனிதமான இந்த
ഫിറ്റ്നസ്സും എനി ടൈം ഫിറ്റ്നസ്സിലൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. പോൾസൺ ചേട്ടൻ ഇവിടെ നിന്ന് കാണിച്ചു കണ്ടില്ലേ, ചേച്ചിമാരെയൊക്കെ എടുത്ത് പോക്കണമെങ്കിൽ ചില്ലറ ഒരു 3-4 മാസമെങ്കിലും വർക്കൗട്ട് ചെയ്യണം. എന്തൊക്കെയായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു ഏഞ്ചൽ ചേച്ചി ആൻഡ് പോൾസൺ ചേട്ടൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൺസെപ്റ്റ് അല്ലേ പോൾസൺ ചേട്ടൻ. നമ്മളെ കുറേ സ്കിറ്റുകൾ കാണിച്ച് ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് അടിപൊളിയായിരുന്നു. അടുത്തത് ആൻസി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. So, ladies and gentlemen, let's give a big applause to Angel Paulson for their wonderful performance. ശരിക്കും കമലഹാസനും ആ പ്രണയിനിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന പോലെ ഒരു നിമിഷത്തേക്ക് തോന്നിപ്പോയല്ലേ? കോമിക് തിയേറ്റേഴ്സ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കടമറ്റത്ത് കത്തനാർ, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം കത്തനാർ എന്ന് വിളിക്കുന്ന കടമറ്റത്ത് കത്തനാർ ഇതാ ഒരു ഹോസ്പിറ്റലിന്റെ കഥയുമായി കടന്നു വരികയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും. നമുക്ക് പ്രിയപ്പെട്ട മോനായി, പോൾസൺ, അഖിൽ, ഫെബിൻ, തോമസ്, ലിജോ, ജയ്മോൻ ആൻഡ് റോജി, എല്ലാവരെയും നല്ല ഒരു കോമിക് ഉത്സവം ആസ്വദിക്കുവാനായി സ്വാഗതം ചെയ്തുകൊണ്ട് കോമിക് തിയേറ്റേഴ്സിനായി സ്റ്റേജ് കൈമാറുന്നു. അയ്യോ, ഈ നാട്ടിലുണ്ടൊരു സർക്കാർ ഹോസ്പിറ്റൽ, അവിടെങ്ങാൻ ചികിത്സയ്ക്കു ചെന്നാൽ ജീവൻ പാഴാണേ. കൈക്കൂലി കൊടുക്കാത്തവന്റെ കാര്യം പോകാണേ, ഇല്ലാത്ത മരുന്നൊക്കെ നൽകി അവനെ കൊല്ലുന്നേ. എന്തോ പറ്റിയിട്ട് അണികളെ പൊക്കിക്കൊണ്ട് വരുവാന്നേ. ഡോക്ടറെ, ആ 8ാം വാർഡിൽ കിടക്കുന്ന രോഗി ഒരു തുള്ളി വെള്ളം കുടിക്കണ. ഒട്ടും കുടിക്കണില്ല. ഒരു തുള്ളി പോലും കുടിക്കണില്ല. എന്നാ കുറച്ച് ഉപ്പ് കൊടുക്ക്. അതെന്തിനാ? എടോ, താൻ കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആര്? സൂസമ്മേ. അവളല്ലേ ഇല്ല വന്നത്. എവിടെ? ചിരിച്ചു രോഗികളെ മരുന്ന് മാറി കുത്തിവെക്കും നഴ്സല്ലോ സൂസമ്മ. സാറേ നഴ്സമ്മ വരണുണ്ടേ സൂസമ്മ. ചിരിച്ച് രോഗികളെ മരുന്ന് മാറി കുത്തിവെക്കും നഴ്സല്ലോ സൂസമ്മ. രോഗിയുടെ മരുന്ന് മൊത്തം കട്ടുവിറ്റ് കാശുവാരും നഴ്സല്ലോ സൂസമ്മ. കാശില്ലാത്ത രോഗികളെ കണ്ണുരുട്ടി കാട്ടും, കാശു നൽകും രോഗികളെ കണ്ടിറുക്കി കാട്ടും. ചാകറായ കിളവന്മാരും ഇവളെ കണ്ട തുള്ളിച്ചാടും. ഇവളല്ലോ സൂസമ്മ, വന്നല്ലോ നഴ്സമ്മ. സൂസമ്മേ ഡോക്ടറെ, അയ്യോ. എടോ, താനിങ്ങനെ കരയാതെ തനിക്ക് എന്താ പറ്റിയെന്ന് പറ. ഡോക്ടറെ ഡോക്ടറെ, വയറ്റിൽ വേദന ഡോക്ടറെ. വയറു നിറച്ചും ഉണ്ടു കഴിഞ്ഞാൽ വയറ്റിൽ വേദന ഡോക്ടറെ. പരിപ്പൊലത്തി കഴിച്ചാലിടങ്ങേറ്, പയറുകറി കൂട്ടിയാലിടങ്ങേറ്, കിഴങ്ങുകറി തിന്നാലിടങ്ങേറ്. ഡോക്ടറെ, ഇതെന്തൊരു ഗതികേട്. അത് ശരി, വയറുവേദനയാണല്ലേ? ആട്ടെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഡോക്ടർ കല്യാണത്തിന് പോയേക്കേ. കാലമാട ഇവിടെ വന്ന കാര്യമല്ല, വയറുവേദന വന്നിട്ടുണ്ടാണ്. പിന്നെ വയറുവേദന വന്നിട്ടുണ്ട്. എടോ, മനസ്സിന് ഇഷ്ടപ്പെടാതെ താൻ വല്ലതും കഴിച്ചോന്ന്. പിന്നെ 5 വർഷം മുമ്പ് ഞാനൊരു കല്യാണം കഴിച്ചു. എന്തായാലും വേണ്ടില്ല, തനിക്ക് അടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ കഴിഞ്ഞ് പോരെ ഡോക്ടറെ? എന്ത് അടിയന്തരം? പിന്നെ ഓപ്പറേഷൻ 25,000 രൂപയുടെ ചെലവുണ്ട്. ഒരു കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ 25,000 രൂപയുടെ ആവശ്യമുണ്ടോ? എനിക്കിപ്പോ ഒരു 25,000 രൂപയുടെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പറ്റുമോ? ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിന്റെ പൈസ തരണ്ട. അങ്ങനെ നേരത്തെ കിട്ടിയ ഓപ്പറേഷൻ ഫിക്സഡ്. അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ. അങ്ങനെ ഇന്ത്യ
ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ നിന്നും ഒരെണ്ണം കൂടി കുറഞ്ഞു അല്ലേ സിസ്റ്ററെ? ആ കാഫ് മല കണ്ട പൂങ്കാറ്റേ, അല്ലോ കാഫ് മല കണ്ട പൂങ്കാറ്റേ. ഡോക്ടറെ ഡോക്ടറെ. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററില്ല. ആണാ? അപ്പൊ നമ്മുടെ പ്രഭാകരൻ ഡോക്ടർ എന്ത്? പ്രഭാകരൻ ഡോക്ടർക്ക് പനിയായിട്ട് പുള്ളി വേറെ നല്ല ആശുപത്രിയിൽ നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ പോയേക്കുവാ. അത് ശരി. മോളേതാണ്? ഞാൻ സിസ്റ്റർ സൂസമ്മ. കൊള്ളാട്ടാ. എന്ത്? അല്ല മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊള്ളാന്ന് പറയായിരുന്നു. എന്ത് സെറ്റപ്പ്? അല്ല ഈ ആശുപത്രിയുടെ കട്ടില് മൊത്തം ഇപ്പൊ കൊതുക് വല ഇട്ടേക്കല്ലേ? അയ്യോ അത് കൊതുക് വലയല്ല, പിന്നെ അത് ചിലന്തി വലയാ. കമ്പൗണ്ടറേ, എന്താന്നേ? അല്ല ഈ ആശുപത്രിയിലെ ചികിത്സ ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്റെ ജോലി പോവും. അപ്പൊ നുണ പറഞ്ഞാലാ? എന്റെ ജീവൻ പോവും. അല്ലോ, എന്താ വേണ്ടെന്ന് താൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ ഈ കൊച്ചായിട്ട് സംസാരിച്ചോളാം. മോളെ സിസ്റ്ററെ, ആ പഞ്ഞിക്കൈ വെച്ചത് ഇക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ, വല്ലാത്ത ഇടങ്ങേറാണ് പൊഞ്ഞു മോളെ. എന്താ അസുഖം? എന്താ അസുഖമെന്നാ? ശ്വാസം മുട്ട് സഹിക്കാനില്ല നൈസേ, അല്ല ശ്വാസം മുട്ട് സഹിക്കാൻ മേലെ നൈസേ. ഒന്ന് വന്നേച്ചു പോ, ചങ്കിന്റെ അകത്തിതെന്തു വേദന, ഒന്ന് നോക്കിയേച്ചു പോ. അറ്റകൈക്ക് ഒറ്റ മൂലിതാ, നല്ല വിറ്റാമിന. അയ്യോ രക്ഷിക്കണേ, എന്റെ കൊഞ്ഞ. ഇവിടെ തന്നെ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയതല്ലേ? അതെ. പിന്നെ താൻ എങ്ങോട്ടാ ഓടിപ്പോണത്? എന്റെ ഓപ്പറേഷൻ ചെയ്യാൻ എടുത്തപ്പോ ആ നഴ്സുമാര് പറയുവാ, പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേത്. എടോ അത് ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ രോഗികളോടും ഇവിടുത്തെ നിസ്റ്റർമാര് പറയണതാ. ഇതൊന്നും എന്നോടല്ല പറഞ്ഞത്, പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറോടാ പറഞ്ഞത്. അയ്യോ, നീ ആ കാലന്മാര് പിച്ചാൻ പുറകെ വന്നേ. ആദ്യമായിട്ടൊരു ഓപ്പറേഷൻ കിട്ടിയ കളഞ്ഞില്ലേടോ. അവിടെ നിന്നെ അവിടെ നിക്ക്. പരീത്. എന്താ പരീത്? എന്റെ പൊന്നു ഡോക്ടറെ, എന്താണെന്ന് അറിയാൻ പാടില്ല, നമ്മുടെ വലതുകാലിന് ഭയങ്കര വേദനയാണ്. അത് ഈ പ്രായത്തിന്റെയാണ് കേട്ടാ. അപ്പൊ ഇടത്തേക്കാലിനും ഈ പ്രായം തന്നെയല്ലേ അതിനും വേദന വരണ്ടേ? ശരിയാണല്ലോ. പിന്നെ ഒരു വെറൈറ്റി അസുഖം, അതായത് നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഖുശുബൂനെ സ്വപ്നം കാണുന്നു. സിനിമയിലാണ് ഈ ഖുശ്ബൂനെ. ആ ഖുശുബൂനെ ഇങ്ങനെ സ്വപ്നം കണ്ട് കണ്ട് ഖുശുബൂനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും ഖുശുബു ഓടിക്കളയും. ഇതിനെന്താണ് ഒരു പോംബൈ? ഇനി മുതൽ ഖുശ്ബൂനെ സ്വപ്നം കാണാതിരിക്കാനുള്ള മരുന്ന് തന്നെ പോരെ? ആ മരുന്ന് വേണ്ടാന്നേ. പിന്നെ അല്ല ഈ ഖുശുബു ഓടി പോകാതിരിക്കാനുള്ള മരുന്ന് വല്ലതും ആരടൊക്കെ ഈ തുള്ളി പോണത്? അറിയില്ലേ? ഇല്ല. ഇവിടെ തുള്ളി മരുന്ന് ഉണ്ടാക്കണ ആളാ പോണത്. ആടാ? ഞാനൊരു പണി, ആ. അയാളുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു മരുന്ന് തരും. അത് ശരിക്കും അങ്ങോട്ട് കുലുക്കിട്ട് അങ്ങോട്ട് കഴിച്ചാ മതി. മതിയല്ലേ? ഓക്കേ. പുള്ളിനെ ഫോളോ ചെയ്താ മതി. ആ. അയ്യോ ഏ? അമ്മേ, അയ്യോ. സാറേ, പീഡനക്കേസിൽ പെട്ടൊരു പെണ്ണ് പുറത്തു വന്ന് പ്രസവിക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്. പീഡനക്കേസിലെ പെൺകുട്ടിയാണോ? ആ. എന്നാ അവക്കൊരു VIP മുറി കൂടെ അവള് സുഖമായി പ്രസവിക്കട്ടെ. അയ്യോ അമ്മേ, അമ്മായി അമ്മേ, അമ്പിളി അമ്മായിയമ്മയുടെ അമ്മേ, അമ്മായിയമ്മയുടെ അമ്മയുടെ അമ്മയുടെ അമ്മമ്മേ, അയൽവക്കത്തെ സർല ചേച്ചിയുടെ അമ്മേ, എനിക്ക് പോലും പരിചയമില്ലാത്ത എന്റെ കൊച്ചിന്റെ അച്ഛ. അയ്യോ അമ്മേ. എടോ പീഡനത്തിൽപ്പെട്ട എത്രാമത്തെ പെണ്ണാണോ ഈ വന്നത്? എന്റെ പൊന്നു സാറേ, ഇപ്പൊ അവരുടെ കാലമല്ലേ. എന്ത് കാലം? പീഡനക്കാലം. പീഡനക്കാലം 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 എട്ടും പൊട്ടും തിരിയാൻ കുട്ടികൾക്ക് പോലും നാട്ടിലിന്നു പീഡനക്കാലം. പടികുത്തി കുത്തി പോകും മുഖ്യമ്മയ്ക്ക് പോലും നാട്ടിലിന്നു പീഡനക്കാലം. പത്രത്തിലും പീഡനക്കാരും, TV തുറന്നാലും പീഡനം മാത്രം. അയ്യോ നാട്ടില് പീഡനക്കാലം. താനീ വെളിച്ചപ്പാട് കിടന്ന് തുള്ളുമ്പോൾ തുള്ളത് നിലത്ത് നിൽക്കണോ? ആ ഡോക്ടറല്ലേ പറഞ്ഞത് കുപ്പിയിലുള്ള മരുന്ന് കുലുക്കിയിട്ട് കുടിക്കണോന്ന്? അതിന് താൻ കിടന്ന് തുള്ളണതിനാണ്. ഞാനത് കുലുക്കാൻ പറഞ്ഞു, ഇപ്പൊ കുടിച്ചേക്കല്ലേ, ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോ കുലുങ്ങിക്കോളൂല. ഡോക്ടർ, യെസ്, എന്താ സൂസം? ഡോക്ടർ, ആ പീഡന കേസിലെ പെൺകുട്ടി പ്രസവിച്ചു. വെരി ഗുഡ് ഡോക്ടറെ. എന്താണോ കുറെ പോലീസുകാരൊക്കെ കൂടി പടയിട്ട് ഇങ്ങോട്ട് വരുന്നത്? അയ്യോ
ആരാണെന്ന് അറിയാണ് ഞാൻ വന്നത്. അതിന് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം. എന്റെ പൊന്നു സാർ, ആ പെൺകൊച്ചിനെ ഒരുപാട് പേര് പീഡിപ്പിച്ചുകൊണ്ട് അതിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രത്തിന് പോലും കഴിയൂല. അതിനാ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചാ പോരെ? അതിനാ പെണ്ണിന് ബോധം വീണോടെങ്ങാതി. ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പണിക്ക് നിൽക്കുമായിരുന്ന. കൊച്ചിന്റെ അച്ഛനാരാണെന്ന് അറിയാതെ ഞാൻ പോകില്ല ഇവിടുന്ന്. കണ്ടുപിടിക്കും 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 കൊച്ചിന്റെ അച്ഛനെ കണ്ടുപിടിക്കും. കൊച്ചിന്റെ അച്ഛനെ കണ്ടുപിടിക്കും. എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എവിടെ പോയി കൊച്ചിന്റെ അച്ഛൻ എവിടെ പോയി? കൊച്ചിന്റെ അച്ഛൻ എവിടെ പോയി? നിർത്തി 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 നിർത്തി. ഈ കൊച്ചിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏയ്, എസ്ഐനെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഡോക്ടറെ കൊണ്ട് പറ്റുമോ? പറ്റൂല. ഇനി ഇപ്പൊ ഈ കൊച്ചിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ ലോകത്തുള്ളു. അതാരാ? നമ്മുടെ കുടമുറ്റത്തച്ഛൻ. എന്നാ കുടമുറ്റത്തച്ഛനെ വിളിക്കേ. എന്റെ കുടമുറ്റത്ത് കത്തനാരേ. എന്താടാ ഊവേ കാര്യം? എന്റെ പൊന്നച്ചോ, പീഡന കേസിൽ അകപ്പെട്ട പെൺകുട്ടി പ്രസവിച്ചു. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്റെ പൊന്നച്ചോ, എങ്ങനെയെങ്കിലും ആ അച്ഛനെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ SIമാന്റെ പണി പോകുന്നേ. പെൺകുട്ടി ഈ പഞ്ചായത്തിൽപ്പെട്ടതായതുകൊണ്ട് അടച്ചോനെ, കൊച്ചിന്റെ അച്ഛൻ ഈ ചുറ്റുപാട് എവിടെയെങ്കിലും കാണും. ആരാണെങ്കിലും മുന്നോട്ട് വരിക. അച്ഛനാണ് പറയുന്നത്. ആരാണെങ്കിലും മുന്നോട്ട് വരിക. സത്യം തുറന്നു പറയാത്ത സ്ഥിതിക്ക് കൊച്ചിന്റെ അച്ഛൻ ആരാണെങ്കിലും അവൻ തുള്ളിപ്പോട്ടെ. ആ തുള്ളി തുള്ളി തമൃത തിമൃത വിളിച്ചോണ്ട് വന്ന നമ്മക്കെട്ട് തന്നെ അച്ഛൻ പണിതല്ല. തനിക്ക് നാണമല്ലേ? വയസ്സും പ്രായമൊക്കെ ആയില്ലേ? അയ്യോ, പിടിച്ചു നിൽക്കാൻ പറ്റണില്ലല്ലോടോ. എനിക്ക് മനസ്സിലായി. എനിക്ക് അപ്പോഴേ ഡോക്ടറെ സംശയം ഉണ്ടായിരുന്നു. ദൈവമേ, എനിക്കും പണി കിട്ടിയല്ല. അങ്ങനെ മൊത്തം 3 ആഹാ, അത് ശരി. അപ്പൊ ഒരു ഒറ്റണത്തിനെ ഞാൻ വെറുതെ വിടില്ലടാ.